എൻ്റെ ഈ വീട്ടിലെ എൻ്റെ മൂത്ത മോന എൻ്റെ ഏട്ടൻ കൃഷ്ണേട്ടൻ മരിച്ചതിന് ശേഷം ഈ കുടുംബത്തിലത്തെ എല്ലാ കാര്യങ്ങളും നോക്കിക്കുന്നത് അവനാ. അച്ഛനില്ലാത്ത കുറവ് നിങ്ങളെ അറിയിക്കാതെ വളർത്തിയത് അവനാണ് ഇവിടെ നിങ്ങളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. നിങ്ങളുടെ നന്മയെ കരുതി മാത്രമേ സച്ചി പ്രവർത്തിച്ചിട്ടുള്ളൂ. അല്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അവനെ വിഷമിപ്പിച്ചിട്ട് ഒരു തീരുമാനവും ഞാനിവിടെ എടുക്കില്ല. അവൻ എൻ്റെ മോനെ. ദേവു, നീ ആ പോലീസുകാരനായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചോ? ഒരിക്കലും നിങ്ങളുടെ കല്യാണം നടക്കാൻ പോണില്ല. ഇനി എന്തെങ്കിലും മോഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നീ അത് ഉപേക്ഷിച്ചോ? നടക്കില്ല. കൂട്ടുകാരെ, ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥയാണ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലത്തെ എപ്പിസോഡിൽ ദേവു പോലീസ് കോൺസ്റ്റബിളായിട്ട് സ്നേഹത്തിലാണ്. അരുൺ എന്ന പോലീസ് കോൺസ്റ്റബിളായിട്ട് സ്നേഹത്തിലാണ്. അപ്പോൾ അവർ കല്യാണം നടത്തണം തീരുമാനിച്ചിട്ട് കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് അവർ പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് അരുണിനെ കാണാൻ വേണ്ടിയിട്ട് സച്ചി രേവതിയും കൂടിയിട്ട് അമ്പലത്തിലേക്ക് വരാൻ പറയുകയാണ്. ദേവു അരുണും കൂടി അവിടെ കാത്തിക്കാന്ന് പറയണം. അങ്ങനെ അവർ കാത്തു നിൽക്കുന്ന സമയത്ത് അരുണിന് സ്വീറ്റ്സ് മേടിച്ചിട്ട് പോവാണ് രേവതിക്ക് സച്ചിക്കുള്ള സ്വീറ്റ്സ് മേടിക്കാണ് അരുണും. പക്ഷെ അവർ തമ്മിൽ പരസ്പരം അറിയുന്നില്ല. ഇവർ തമ്മിൽ ബദ്ധ ശത്രുക്കളാണ്. പരസ്പരം കാണാൻ പോകുന്നെന്നുള്ള സത്യം അവർ അറിയുന്നില്ല. അമ്പലത്തിൽ വെച്ചിട്ട് സച്ചി രേവതിയും കൂട്ടിയിട്ട് അമ്പലത്തിൽ ചെന്നപ്പോഴേക്ക് രേവതി ഫോൺ എടുക്കാൻ മറന്നു. കാരണം വന്നിട്ട് കാറിന്ന് ഫോൺ എടുക്കാൻ വരുന്ന സമയത്താണ് പെട്ടെന്ന് അരുണിന് ഫോൺ വന്നിട്ട് അരുൺ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ വീണ്ടും സച്ചിയും അരുണും മുഖത്തോട് മുഖം കാണണം. മുഖാമുഖം കണ്ട് അവർ തമ്മിൽ വീണ്ടും ഇങ്ങനെ ആ ഒരു സന്തോഷ നിമിഷം നശിച്ചു എന്നുള്ള ഭാഗത്തിൽ നിൽക്കുകയാണ്. നശിച്ചു ഈ ദിവസം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് രണ്ടുപേരും പരസ്പരം കേട്ടോ. എന്നിട്ട് ദേവുവിനോട് അത് അരുൺ വന്ന് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ല ഒരു ഗുണ്ട, ഒരു താന്തോന്നി, അവനെ ഞാൻ ഇവിടെയും കണ്ടു പറഞ്ഞിട്ട് അരുൺ ദേവുവിനോട് വന്നിട്ട് സച്ചിയുടെ കാര്യം പറയുന്നുണ്ട്. സച്ചി രേവതി കാറിൽ നിന്ന് ഫോൺ എടുത്തിട്ട് വരുമ്പോൾ രേവതിയോടും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഉപദ്രവിക്കുന്ന പോലീസുകാരൻ ഇവിടെ ഉണ്ട് രേവതി, ഞാൻ കണ്ടു. അപ്പം നമുക്ക് ദേവുവിൻ്റെ ചെക്കനെ പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണാൻ സച്ചിയേട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി നോക്കണ സമയത്ത് ഇവരെ കാണുമ്പോൾ ദേവു പറയാണ്, നിങ്ങൾ വന്നോ? ഞാൻ അരുണേട്ടനെ വിളിക്കാം. അരുണേട്ടാ എന്ന് വിളിക്കുകയാണ്. അരുണേട്ടാ വിളിക്കുമ്പോൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത് ഇവനാണ്. ഇവനെ കണ്ടോട് കൂടിയിട്ട് ആകെ ഷോക്കായി പോവാണ് എല്ലാവരും എന്ന് വെച്ചാൽ ദേവുവിന് സത്യങ്ങളൊന്നും അറിയില്ല. രേവതി സച്ചി ആകെ ഷോക്കാവുകയാണ്. അപ്പോൾ സച്ചി പറയും, ഇത് നടക്കില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് അങ്ങോട്ട് പോരുകയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് ദേവുവിന് മനസ്സിലാവില്ല. സച്ചി പോകുന്നതിൻ്റെ പിന്നാലെ രേവതി പിന്നാലോട്ട്, എന്താ സച്ചിയേട്ടാ എന്തായി കാണിക്കണം എന്നൊക്കെ അറിയണം. അവൻ നമ്മുടെ ദേവുവിൻ്റെ ജീവിതം നശിപ്പിക്കും. അവനെ കല്യാണം കഴിച്ചു കൊടുത്താൽ അവൾക്ക് കണ്ണീരൊഴിഞ്ഞ നേരം ഉണ്ടാവില്ല. രേവതി, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ പോവുക, ഞാൻ അവിടെ നിന്നാൽ ശരിയാവില്ല, നീ അവളെയും കൂട്ടിയിട്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വായോ എന്ന് പറയണം. അങ്ങനെ സച്ചി അവിടെ നിന്ന് പോരാണ്. അപ്പോൾ അരുൺ പറയാണ്, അപ്പോൾ ദേവുവിനെ വിളിക്കാൻ വരികയാണ് രേവതി. അപ്പോൾ എന്താ ചേച്ചി ചോദിക്കുമ്പോൾ പറയാണ്, നിനക്കറിയോ നിന്റെ ഈ അരുൺ പറഞ്ഞ ഗുണ്ടാരാന്നറിയോ? നമ്മുടെ സച്ചിയേട്ടനാ പറയാണ് രേവതി. ഇത് കേൾക്കുമ്പോൾ ദേവു ആകെ ഞെട്ടാണ്. അപ്പം അരുൺ പറയാണ്, ദേവു, അവരിനിപ്പോൾ അവർക്ക് എന്നെ ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ നിനക്ക് എന്നെ ഇഷ്ടമാണല്ലോ, എന്തായാലും നമ്മളെ കല്യാണം നടക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് രേവതി പറയുന്നത്, ദേവു ആ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ദേവുവിനെ വിളിച്ചിട്ട് ആ സ്വീറ്റ്സിൻ്റെ കവറൊക്കെ അവിടെ ഇട്ടിട്ട് ദേവുവിനെ വിളിച്ചിട്ട് വീട്ടിൽ പോവാണ്. അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് വണ്ടി എടുത്തിട്ട് പോകുന്നത് സച്ചി വിചാരിക്കുകയാണ് ഇതൊക്കെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് സച്ചി നേരെ പോണത് രേവതിയുടെ വീട്ടിലാണ്. രേവതിയുടെ വീട്ടിൽ പോയിട്ട് രേവതിയുടെ അമ്മ ലക്ഷ്മിയോട് ഈ വിവരങ്ങളെല്ലാം പറയണം. ദേവു ഇങ്ങനെ ഒരു പോലീസുകാരനെ സ്നേഹിക്കുന്ന അയാൾ സച്ചിനെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയ പോലീസുകാരനെന്നും അയാളുടെ കൂടെ ഒരു നല്ല ജീവിതം ദേവുവിന് ഉണ്ടാവില്ല എന്നൊക്കെ രേവതിയുടെ അമ്മയോട് സച്ചി വന്നിട്ട് പറയണം. ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിയുടെ അമ്മ പറയണ, കുറച്ച് ദിവസമായി അവൾക്ക് ഇത്തിരി ഫോണിൽ കളി കൂടുതലാണ്, ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്, വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണേണ്ടെന്നില്ല, അവൾ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറയാണ്. അപ്പോൾ സച്ചി പറയണ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവളൊരു ആപത്തിൽ ചെന്ന് ചാടാതിരിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ അമ്മേ, ഞാൻ അമ്മയുടെ മോനല്ലേ, മൂത്ത മോനല്ലേ, അവളെൻ്റെ പെങ്ങളല്ലേ, അപ്പോൾ അവൾ എന്തെങ്കിലും കുടുക്കിൽ പോയി പെടില്ലേ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് അമ്മ. എന്തായാലും അയാളുടെ കൂടെയുള്ള അവളുടെ ജീവിതം ഒരിക്കലും സന്തോഷമാവില്ല അമ്മ, അവളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവാണ്. സച്ചി അവിടുന്ന് വണ്ടി എടുത്തിട്ട് പോയതിൻ്റെ തൊട്ട് പുറകിൽ രേവതി ദേവുവിൻ്റെ കയ്യും പിടിച്ചിട്ട് കയറി വരുന്ന സമയത്ത് ലക്ഷ്മി ദേഷ്യത്തോടു കൂടിയാണ് നിൽക്കണ സമയത്ത് ദേവു കയറി വന്നോണ്ട് ലക്ഷ്മി അവളെ അടിക്കുകയാണ്. എനിക്കെല്ലാം മനസ്സിലായിടി, ഇതിനാണല്ലേ നീ ഇവിടുന്ന് ജോലിക്കാന്ന് പറഞ്ഞിട്ട് ഒരുങ്ങിക്കെട്ടി പോണത്, നിന്റെ ഒരാഗ്രഹവും നടക്കാൻ പോണില്ല ദേവു, നീ ആരെ സ്നേഹിച്ചാലും അതങ്ങോട്ട് മാറ്റി വെച്ചോ, നടക്കില്ല അത് എന്നൊക്കെ പറയുമ്പോൾ ദേവു ആകെ അങ്ങനെ ഞെട്ടാണ്. അമ്മേ, അദ്ദേഹം നല്ലവനെന്നൊക്കെ പറയാം. എന്ത് നല്ലവൻ? സച്ചി എന്നോട് എല്ലാം പറഞ്ഞു. സച്ചി പറഞ്ഞാൽ പിന്നെ അതിലൊരു കഴമ്പും ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ അവൻ അത്രയും അറിഞ്ഞിട്ടേ അവൻ പറയുള്ളൂ.
നിങ്ങൾക്കറിയോ, ഈ വീട്ടിൽ നിങ്ങളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛൻ്റെ സ്ഥാനത്ത് നിങ്ങളെയൊക്കെ നോക്കുന്ന സച്ചി, അവൻ എൻ്റെ മൂത്ത മോനാ. അവന് മനസ്സിന് വിഷമം തട്ടുന്ന യാതൊന്നും ഞാൻ ചെയ്യില്ല. ദേവു, നീ ആ മോഹം മനസ്സിൽ നിന്ന് നുള്ളിക്കളഞ്ഞു. ആ പോലീസുകാരനായിട്ടുള്ള നിൻ്റെ വിവാഹം നടക്കാൻ പോണില്ല ദേവു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദേവുവിനെ ലക്ഷ്മി തലങ്ങും വിലങ്ങും അടിക്കുമ്പോൾ രേവതി ചെന്നിട്ട്, എന്താ അമ്മ ഇത്, എന്തിനാ അവളെ ഇങ്ങനെ തല്ലണേ, അവളെ പ്രായപൂർത്തിയായ പെൺകുട്ടിയല്ലേ, അവൾക്ക് സ്നേഹിക്കാനുള്ള അവകാശമില്ല എന്നൊക്കെ വെച്ചിട്ട് രേവതി ദേവുവിനെ സപ്പോർട്ട് ചെയ്യണം. മിണ്ടരുത്, നീ ഇതൊക്കെ അറിഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് ഒളിച്ചു വെച്ചില്ലേ, ഒരു വാക്ക് പോലും നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി രേവതിനെയും കുറ്റപ്പെടുത്താണ്. നിങ്ങൾക്കൊക്കെ വേണ്ടി ജീവിച്ച അമ്മയല്ല ഞാൻ, എൻ്റെ ജീവിതം പോലും വേണ്ടാന്ന് വെച്ചിട്ടല്ലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചത്, എന്നിട്ട് നിങ്ങൾ എന്താ ഇപ്പം എന്നോട് ചെയ്തത്, ഊണും ഉറക്കമില്ലാതെ ഞാൻ എത്ര കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ദേവുവിൻ്റെ അമ്മ, രേവതിയുടെ അമ്മ ലക്ഷ്മി ഇങ്ങനെ എണ്ണി പെറുക്കാണ്. അപ്പോൾ ഇവരൊക്കെ ആകെ സങ്കടത്തോടു കൂടി ഇരിക്കുമ്പോൾ രേവതി പറയാണ്, അമ്മ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു കേൾക്കുമ്പോൾ സച്ചി വന്നിരുന്നു എന്നൊക്കെ പറയണം. അപ്പോൾ സച്ചേട്ടൻ പറയണത് മുഴുവൻ സത്യമാണെന്നാണ് അമ്മ വിശ്വസിച്ചേക്കണത്. അതായത് സച്ചേട്ടൻ പറയണതിലെല്ലാം ഇതായിരിക്കുമോ, രണ്ടുപേരും ശത്രുക്കളാണ് ശരി, പക്ഷേ ദേവു ഒന്നും അറിയാതെ ഒരു കുഴിയിൽ പോയി ചാടും അമ്മേ. അവൾ അത്രയും ഒരാളെ പറ്റി പഠിച്ച് മനസ്സിലാക്കിയിട്ടല്ലേ അവൾക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ടാവുക. അവളങ്ങനെ അബദ്ധത്തിലൊക്കെ പോയി ചാടും അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്ത് വന്നാലും ശരി സച്ചിക്ക് ഇഷ്ടമില്ലാത്ത യാതൊന്നും ഈ കുടുംബത്തിൽ നടക്കില്ല എന്ന് പറയാണ് ദേവു. എന്നിട്ട് ദേവു അകത്തേക്ക് പോവാണ്. ഈ സമയത്ത് ശരത്ത് വന്നിട്ട് പറയാണ്, ദേവു, ഞാനൊരു കാര്യം പറയാം, സച്ചേട്ടനെ കുറേ കുറ്റപ്പെടുത്തിയിട്ടുള്ള ഞാനും, പക്ഷെ സച്ചേട്ടൻ എൻ്റെ നല്ലതിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതല്ലേ, സച്ചേട്ടൻ പറഞ്ഞ വഴി കൂടെ നടന്നപ്പോഴല്ലേ ഞാനും നന്നായത്, അതുകൊണ്ട് സച്ചേട്ടൻ എന്തെങ്കിലും ഒരു കഴമ്പില്ലാതെ അത് പറയില്ല, ഒരു കാര്യം ചെയ്ത് നീ ഇത് ഉപേക്ഷിക്കാൻ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ശരത്ത് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ രേവതി ദേവുവിനെ കൈപ്പിടിച്ച് അകത്ത് കൊണ്ടുപോയിട്ട്, ഇവിടെ വാ ദേവു പറഞ്ഞിട്ട് അകത്ത് കൊണ്ടുപോയി വാതിലടച്ചിട്ടിട്ട് സംസാരിക്കുമ്പോൾ ദേവു പറയാണ്, സച്ചേട്ടൻ പറഞ്ഞ് ശരിയായിരിക്കാം, സച്ചേട്ടനോട് കള്ളത്തരം കാണിച്ചിട്ടുണ്ടാവും, പക്ഷെ അദ്ദേഹം നല്ലവനാ ചേച്ചി, എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ പരിചയപ്പെട്ടിട്ട് ഞാൻ അദ്ദേഹത്തിനെ പറ്റി എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്, ഒരിക്കലും അദ്ദേഹം ഒരു ദുഷ്ടനല്ല, വളരെ നല്ലവനാണെന്നൊക്കെ പറഞ്ഞിട്ട് ദേവു അപ്പോഴും ദേവുവിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും കല്യാണം നടത്തി തരണം ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ രേവതി പറയണം, നീ വിഷമിക്കാതിരിക്കും, നീ ഇങ്ങനെ കിടന്ന് കരയല്ലേ, ഞാൻ അമ്മയോടും സച്ചേട്ടനോടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ, നിനക്ക് എന്തായാലും സ്നേഹിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ നിനക്കുണ്ടല്ലോ, നിനക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെ കണ്ടുപിടിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്, ഞാൻ എന്തായാലും അമ്മയോടും സച്ചേട്ടനോടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ, ഒന്ന് ശരിയാക്കാൻ പറ്റുമോ നോക്കട്ടെ, നീ വിഷമിക്കാതിരിക്കും, നീ സന്തോഷമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പോവാണ്. അങ്ങനെ രേവതി അവിടുന്ന് പോയി. അത് കഴിഞ്ഞിട്ട് ഈ സമയത്ത് ചന്ദ്രോദയിൽ സച്ചി ഇങ്ങനെ തലങ്ങും വിലങ്ങും ഇങ്ങനെ നടക്കുമ്പോൾ സച്ചിയുടെ മനസ്സിൽ മുഴുവൻ ദേവു ഇതാ സച്ചേട്ടാ അരുൺ എന്നൊക്കെ അരുണേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് അരുണിനെ കാണിച്ചു കൊടുത്തപ്പോൾ ആകെ ഇങ്ങനെ സച്ചിയുടെ മനസ്സിലിങ്ങനെ തികട്ടി വരുന്ന സമയത്ത് രേവതി വന്നിട്ട് ചോദിക്കുകയാണ്, സച്ചേട്ടൻ വീട്ടിൽ പോയില്ലേ ചോദിക്കുകയാണ്. ഞാൻ വീട്ടിൽ പോയി. സച്ചേട്ടൻ എന്തിനാ എൻ്റെ വീട്ടിൽ പോയി ചോദിക്കുമ്പോൾ, എന്താണ് എൻ്റെ വീട്ടിൽ എനിക്ക് പോകാൻ പാടില്ലേ, അവരെന്താ എൻ്റെ ആരുമല്ലേ, ദേവുവിൻ്റെ കാര്യം പറയണമെന്നുണ്ടായിരുന്നു, ഞാൻ പോയി അമ്മയോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ പറയാണ്, സച്ചേട്ടൻ ഇനി അതൊക്കെ അവിടെ പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കൂടി സംസാരിച്ചിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് പറഞ്ഞാൽ മതിയെന്നല്ലേ, സച്ചേട്ടൻ അവിടെ പോയത് ഒട്ടും ശരിയായില്ല എന്നൊക്കെ പറയാണ്. എനിക്കത് അറിയിക്കണമായിരുന്നു, കാരണം എന്താണെന്നറിയോ, നിൻ്റെ വീട്ടിൽ പോകാനുള്ള അധികാരം എനിക്കില്ലേ, ഞാൻ അവരുടെ മൂത്ത മകനല്ലേ, ദേവു എൻ്റെ പെങ്ങളല്ലേ, അപ്പം ഞാൻ എന്തായാലും ആ കുടുംബത്തിനോട് കടപ്പാടുള്ളവനല്ലേ, അപ്പം ഞാനത് ശ്രദ്ധിക്കണ്ടേ, അവളൊരു തെറ്റിൽ പോയി അവളെ തിരുത്തണ്ടേ ഞാനല്ലേ, നാളെ മേലൊക്കെ അവളുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മളെല്ലാവരും ദുഃഖിക്കേണ്ടി വരില്ലേ രേവതി, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്, എന്ത് വന്നാലും ശരി പോലീസ് ഓഫീസറായിട്ട് ദേവുവിൻ്റെ വിവാഹം നടക്കില്ല, നീ അഥവാ എൻ്റെ അഭിപ്രായങ്ങൾ മറികടന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ വിവാഹം നടത്താനുള്ള ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും പിന്നെ സച്ചിയെ വീടിൻ്റെ പടി ചവിട്ടില്ല എന്നൊക്കെ പറയണം. അപ്പോൾ രേവതി, സച്ചിയിട്ട് നമുക്കൊന്ന് ആലോചിച്ചിട്ട്, എനിക്കിതിലൊന്നും ആലോചിക്കാനില്ല, നീ എൻ്റെ കൂടെ നിൽക്കേണ്ടത്, അല്ലാണ്ട് നീ അവനെ സപ്പോർട്ട് ചെയ്യല്ല വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങനെ അവിടുന്ന് പോവാണ്. അപ്പോൾ രേവതി ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ കരഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എവിടെ നിൽക്കണം, അനിയത്തിയുടെ കൂടെ നിൽക്കണോ സച്ചിയുടെ കൂടെ നിൽക്കണോ എന്നറിയാത്ത ഒരവസ്ഥയിലാണ് രേവതി നിൽക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വെള്ളടിയല്ല, അതിന് മുൻപൊരു കാര്യമുണ്ട്. ദേവു ഇങ്ങനെ അകത്തിരുന്ന് കരയേണ്ട ആ സമയത്ത് ദേവുവിൻ്റെ ഫോൺ അടിക്കുമ്പോൾ നോക്കുമ്പോൾ അരുണാണ്. അപ്പോൾ ലക്ഷ്മി ജനലുമ്പോൾ വന്നിട്ട് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്, ദേവു ഫോൺ എടുക്കണ്ടോ ഇല്ലേന്ന്. അപ്പോൾ ദേവു കരയാണ്, ഫോൺ എടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം റിങ്ങിയിട്ട് ഫോൺ കട്ടായി. അരുൺ വിചാരിക്കുന്നുണ്ട് എന്താ ദേവു ഫോൺ എടുക്കാത്ത വെച്ചിട്ട് അരുൺ വീണ്ടും ദേവുവിനെ വിളിക്കണ സമയത്തും ദേവു ഫോൺ എടുത്ത് നോക്കുമ്പോൾ അരുൺ തന്നെയാണ്. പക്ഷെ ലക്ഷ്മി ജനലിൻ്റെ കൂടെ നിന്ന് നോക്കുന്നുണ്ട് മകളുടെ അവസ്ഥ. പക്ഷെ ദേവു ഫോൺ എടുക്കില്ല, ഫോൺ കട്ട് ചെയ്തിട്ട് താഴ്ത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ലക്ഷ്മിക്ക് സമാധാനം, ലക്ഷ്മി അവിടെ നിന്ന് പോയി. അപ്പോൾ ദേവ് ഇങ്ങനെ ഉറക്കെ കരയണം. അപ്പോൾ അരുൺ വിചാരിക്കുക എന്താ അവൾ എൻ്റെ ഫോൺ കട്ടാക്കണം, എന്താ അവൾ എൻ്റെ ഫോൺ എടുക്കാത്തതെന്നൊക്കെ അങ്ങനെ ചിന്തിക്കുകയാണ് അരുൺ. അത് കഴിഞ്ഞ് വൈകുന്നേരമായി ചന്ദ്രോദയത്തിലെ ഏട്ടാനിയന്മാർ തമ്മിലുള്ള ബിയറടിയാണ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ സങ്കടങ്ങൾ പറയാണ്. ശ്രീകാന്ത് പറയാണ്, കല്യാണമേ വേണ്ടായിരുന്നു തോന്നുന്നു, എനിക്ക് എൻ്റെ കാര്യത്തിലൊരു സ്വാതന്ത്ര്യം എടുക്കാനില്ല, ഒക്കെ വർഷയുടെ ഇഷ്ടത്തിന് നടക്കാൻ പാടുള്ളൂ. വർഷപ്പം എന്നോട് പറഞ്ഞേക്കുന്നത് പ്രിയയുടെ റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് പോകണ്ടെന്നാണ്, എന്തൊരു കഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് വർഷയെ കുറ്റപ്പെടുത്തുന്നു. സച്ചിയാണെങ്കിലോ പോലീസുകാരനെ ദേവു സ്നേഹിച്ചതിനെ പറ്റി ചോദ്യം ചെയ്തപ്പോൾ രേവതി എൻ്റെ കൂടെ അല്ലേ നിൽക്കേണ്ടത്, രേവതി ഉള്ള അനിയത്തിക്ക് സപ്പോർട്ട് പറയാൻ പറഞ്ഞിട്ട് സച്ചി രേവതിയെ കുറ്റപ്പെടുത്തുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ശ്രുതി പറയണു, ശ്രുതി ചെയ്തത് കണ്ടില്ലേ, ശ്രുതി എന്നെ ഉണ്ടാക്കിയില്ലേ, പറ്റിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ കുറ്റപ്പെടുത്തണം. എന്നിട്ട് പറയണു, എന്നാൽ എൻ്റെ അത്ര പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ എന്നൊക്കെ പറയണു. അപ്പോൾ ശ്രീകാന്ത് പറയണു, അങ്ങനെ എന്താ ശ്രുതിച്ചേട്ടന് ഇപ്പം ഇത്ര പ്രശ്നം, ശ്രുതിച്ചേട്ടൻ അങ്ങനെ ശ്രുതി ചേച്ചീനെ കാണാതിരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോയി വിളിച്ചിട്ട് വന്നൂടെ എന്നൊക്കെ ചോദിക്കാണ് സച്ചിയും ശ്രീകാന്തൊക്കെ കൂടിയിട്ട്. ഒരു ഏട്ടാനിയന്മാർ തമ്മിൽ അവരുടെ വിഷമങ്ങൾ പരസ്പരം തുറന്ന് പറയാനായിട്ടോ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സച്ചി അവിടെ ഇരിക്കാൻ. അപ്പോൾ രേവതി ചായ കൊണ്ട് വന്നു. സച്ചിയേട്ടാ അതാ ചായ എന്ന് പറയുന്ന സമയത്ത് സച്ചി ചായ മേടിച്ച് കുടിക്കാൻ. ആ സമയത്താണ് പെട്ടെന്ന് രേവതിയുടെ ഫോൺ അടിക്കുന്നത്. രേവതിയുടെ ഫോൺ അടിക്കുമ്പോൾ രേവതി ഫോൺ എടുത്ത് നോക്കുമ്പോൾ ദേവുവാണ്. അപ്പോൾ സച്ചി കാണാതെ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് രേവതി ചെവിയിൽ വെച്ചിട്ട് ഹലോ പറ എന്ന് പറയുമ്പോൾ ദേവ് എടുത്ത വഴിക്ക് പറയുന്നത്, ചേച്ചി ഒരു സന്തോഷ വാർത്തയുണ്ട്, അരുണേട്ടനും അമ്മയും ഇന്ന് എന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് പറയണം. പെട്ടെന്ന് തലയിലൊരു വെള്ളിടി വെട്ടിയ അവസ്ഥയിലാണ് രേവതി ഇരിക്കുന്നത്. സച്ചി ഇത് കേട്ടാലത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാലോ. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ഫോൺ വിളിയിൽ ആകെ ഷോക്കായിട്ട് രേവതി ഇരിക്കുന്ന സമയത്താണ് ഇന്നത്തെ ചെമ്പനിപ്പൂവിൻ്റെ ക്ലൈമാക്സ് വരുന്നത്. അപ്പോൾ എന്നത്തെ പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ നാളത്തെ കഥയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും താങ്ക്